ഹലോ, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടി കൊണ്ടുള്ളൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കറികളൊന്നും വേണ്ടത് കഴിക്കാൻ, അതുപോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല കേട്ടോ, നല്ലൊരു ഈവനിങ് സ്നാക്കായിട്ടും ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചിട്ട് ചേർക്കാം. ഇനിയിപ്പോൾ ഈ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കൊടുത്ത് അവർ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങി കഴിക്കും. ഇനി ഇതിലേക്ക് 1 കപ്പ് പാല് ചേർക്കാം. ഞാനിപ്പോൾ 250 ml കപ്പിന് 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇത് കാച്ചാത്ത പാലാണ് കേട്ടോ. അപ്പോൾ പാല് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കണം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇത് അത്യാവശ്യം മധുരം ഉണ്ടാവും. ഇനി ഇതിലേക്ക് 3 ഏലക്കേൻ്റെ കുരു ചതച്ചിട്ട് ചേർക്കുന്നുണ്ട്. ഏലക്കാപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്താലും മതി. ഇനി ഇതിലേക്ക് 3/4 കപ്പ് തേങ്ങ ചിരവിയത് ചേർക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് വേണ്ടത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ 250 ml കപ്പിന് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഗോതമ്പ് പൊടി ചേർത്തിട്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലുള്ളൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കട്ടയൊന്നും കൂടാതെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ ഒരു തിക്ക് ബാറ്ററാണ്. അപ്പോൾ ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ല ലൂസായിട്ടുള്ളൊരു ബാറ്ററാണ് കേട്ടോ നമുക്ക് വേണ്ടത്. പിന്നെ ടേസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല തിക്കുമല്ല നല്ല ലൂസല്ല, ഇതുപോലുള്ളൊരു ബാറ്ററാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുക. അപ്പോൾ നെയ്യ് എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ നിന്ന് 1 തവി ബാറ്റർ ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് പാൻ ഒന്ന് ചെരിച്ചെടുക്കുക കേട്ടോ, മാവ് എല്ലാ ഭാഗത്തേക്കും ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ചെറിയ ദോശയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വലിയ അപ്പം വേണമെന്നുണ്ടെങ്കിൽ 2 തവി ബാറ്ററൊക്കെ ഒഴിക്കാവുന്നതാണ്. ഇനി ഇത് അടച്ചു വെക്കൊന്നും വേണ്ട, മീഡിയം ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് വേവിക്കുക. അതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് 2 മിനിറ്റും കൂടി. അപ്പോഴേക്കും നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ഇങ്ങനെ ചുരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ റോൾ ചെയ്തിട്ട് വേണം നമ്മൾ ഈ അപ്പം സെർവ് ചെയ്യാനെങ്കിൽ. ഇപ്പോൾ റോൾ ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എല്ലാതും നമുക്കിതുപോലെ തന്നെ ചുട്ടെടുത്തിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പമാണ് കേട്ടോ. നമുക്ക് കറികളൊന്നുമില്ലാതെ കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പമാണ്. നമ്മൾ മുട്ടയും പാലും തേങ്ങയൊക്കെ ചേർത്തുകൊണ്ട് നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്